ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യൻ്റെ മേലെ ഏറ്റവും സ്വാധീനമുള്ള സംഗതി എന്താണെന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് മതങ്ങളാണ്. ഏത് രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരാണെങ്കിലും അവരുടെ മേലെ ഏറ്റവും അധികം സ്വാധീനമുള്ള ഘടകം മതങ്ങളാണ്. അതുകൊണ്ടായിരിക്കാം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്ന് പറയാൻ കാരണം. കറുപ്പ് ഒരു ലഹരി വസ്തുവാണ് എന്ന് പറഞ്ഞ പോലെ മതങ്ങളും ആളുകൾക്ക് ഒരു ലഹരി പോലെയാണ്. അതിനുവേണ്ടി ആൾ എത്രത്തോളം പരാക്രമം കാണിക്കും എന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഗവൺമെൻറ് വളരെ സെൻസിറ്റീവായിട്ടാണ് ഈ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നത്. ഒരു മതവികാരം വ്രണപ്പെടാതിരിക്കാൻ കൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതെങ്കിലും ആരാധനാലയങ്ങൾ തകർക്കപ്പെടുമ്പോൾ ജനവികാരം ആളിക്കത്തും. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് വളരെ സൂക്ഷിച്ചാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഏതൊരു വിധത്തിലുള്ള സംഗതികളെ കവിഞ്ഞ ആളുകൾ ഇതിനോട് ഇത്ര അമിതമായിട്ട് പ്രതികരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? അതുകൊണ്ടായിരിക്കും പക്ഷേ ഈ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്ന് പറയാൻ കാരണം. ഇപ്പം അതിൻ്റെ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ചിന്താപ്രാപ്തി ശൂന്യമായി പോകണമെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ വരും വരായികളോ ഇതൊന്നും ചിന്തിക്കാറില്ല. അപ്പോൾ ഇതെല്ലാ ആളുകളെയും ബാധിക്കുന്ന സംഗതിയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നതിൻ്റെ കാരണം? ആത്യന്തികമായിട്ട് രൂഢമൂലമായിരിക്കുന്ന അവരിൽ കുടികൊള്ളുന്ന ദൈവഭക്തി ആയിരിക്കും ഇതിൻ്റെ കാരണം. അവർ ജീവിതത്തിൽ പരമപ്രധാനമായിട്ട് ദൈവത്തെ കാണുന്നു, അതുകൊണ്ട് അതിനെ വ്രണപ്പെടുത്തുമ്പോൾ അങ്ങനെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൻ്റെ ബാക്കി ഭാഗത്തും ആ ദൈവഭക്തിയും അതിൻ്റെ ഒത്തുള്ള പ്രകടനങ്ങളും എല്ലാം കാണണ്ടേ അല്ലേ? അങ്ങനെ ദൈവഭക്തിയുടെ ജീവിക്കുന്ന മനുഷ്യൻ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയോ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാറില്ലല്ലോ. ഇനിയിപ്പോൾ അവൻ്റെ ബാക്കി ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഈ ജനവികാരം ആളിക്കത്തി മതവികാരത്തിന് വ്രണപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി പ്രതികരിക്കുന്ന ആളുകൾ അവരുടെ ബാക്കി ജീവിതത്തിൽ ആ ദൈവഭക്തി കാണുന്നില്ലല്ലോ ഇല്ലേ? അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഛേദവികാരം എന്തായിരിക്കുന്നതാണ് എനിക്ക് പിടികിട്ടാത്തൊരു സബ്ജക്റ്റാണ്. ഈ ഒരു സംഗതി മനുഷ്യൻ്റെ ചരിത്രം തുടക്കത്തിൽ മുതലുണ്ട്. എവിടെ നോക്കിയാലും നമ്മൾ ഇരുണ്ട യുഗം എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് മതപരമായിട്ടുള്ള അന്ധകാരത്താൽ ആളുകൾ സ്വാധീനിക്കപ്പെട്ട് കൂട്ടക്കൊല ചെയ്ത കാലഘട്ടം. കുരിശുയുദ്ധങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പോഴും പല രാജ്യങ്ങളിലും അങ്ങനെയുള്ള സംഗതികൾ നടക്കുന്നുണ്ട്. ബേസിക്കായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ പല വിധത്തിലുള്ള കലാപങ്ങളുടെയും പിന്നിൽ മതപരമായ സംഗതിയാണ്. ഇസ്രായേലിൽ നടത്തുന്ന യുദ്ധത്തിൻ്റെ പിന്നിലുള്ള സംഗതികളും പരിശോധിക്കുമ്പോഴും അവർക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങളുടെ സംഗതികൾ പരിശോധിക്കുമ്പോഴും എല്ലാം അതിൻ്റെ പിന്നിൽ ഈ സംഗതികളുണ്ട്. ആഭ്യന്തര കലഹങ്ങൾ പലതും ഈ കാരണത്താലാണ് ഉണ്ടാകുന്നത്. തന്നെ മാത്രമല്ല, ഭരണകൂടത്തിന് മേൽ ഈ മതങ്ങൾക്ക് നല്ല സ്വാധീനമുണ്ട് തന്നെ. കാരണം ജനങ്ങൾ പല രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മതപരമായ ഒരു സംഗതി വരുമ്പോൾ അവർ രാഷ്ട്രീയം വിട്ടിട്ട് മതത്തിൻ്റെ ഭാഗമായി ചേരും എന്നുള്ളതാണ് എൻ്റെ കാരണം. അങ്ങനെയുണ്ട്. അപ്പോൾ ഏറ്റവും ശക്തമായ ഘടകം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമല്ല, മറിച്ച് മതമാണ്. കാരണം ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളാണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു മതം ഉണ്ടാവും. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വികാരത്താക്കൾ കൂടുതൽ അവരെ സ്വാധീനിക്കുന്ന വികാരം മതമാണ്. അത് വ്രണപ്പെടുത്തുമ്പോൾ അതിലും വലിയ പ്രശ്നമുണ്ടാവും. അപ്പം ഏറ്റവും മുൻപന്തിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ഘടകം മതമാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്.
അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പല രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ പിന്നിലുള്ള ഘടകം എന്താണ്? ആഭ്യന്തര കലഹങ്ങളുടെ പിന്നിലുള്ള സംഗതികൾ എന്താണ്? ഇതെല്ലാം മതമാണ്. തന്നെയല്ല, രാഷ്ട്രത്തെ യഥാർത്ഥത്തിൽ മുന്നോട്ട് നയിക്കുന്ന, നിയന്ത്രിക്കുന്ന ഒരു ഘടകം എന്ന നിലയിൽ മതങ്ങൾക്ക് അത്ര സ്വാധീനം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പം അതുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നതിന് വിലങ്ങേടിയായിട്ട് ഗവൺമെൻറ്റുകൾക്ക് നല്ല തീരുമാനം എടുക്കാൻ കഴിയാതെ വരുന്നതെന്ന് വെച്ചാൽ ജനങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ഉള്ളതുകൊണ്ട് പല വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് കഴിയാതെയും പോകുന്നുണ്ട്. ഉണ്ടോ? അപ്പോൾ ഈ വിധത്തിലെല്ലാം മതത്തിന് ശക്തമായ സ്വാധീനം ഇന്ന് രാഷ്ട്രങ്ങളുടെ മേലുണ്ട്. എല്ലാ രാജ്യങ്ങളിലും ശരിയാണ്, ഇതുണ്ട്. അതാണ്. അപ്പോൾ ഈ മതം അവരുടെ ഒരു വികാരമാണ്. അതിൻ്റെ ശരിതെറ്റുകൾ പലപ്പോഴും നോക്കാറില്ല. ഉണ്ടോ? ശരിതെറ്റിൽ നോക്കാതെയുള്ളൊരു പോക്കാണുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ അന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മനുഷ്യനെ മയക്കും എന്ന് പറയാൻ കാരണം അവർക്കതിനെ ന്യായബോധത്തോടെ ചിന്തിക്കാൻ തക്കണം പലപ്പോഴും കഴിയില്ല. അതിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ മതവികാരം വ്രണപ്പെടുന്ന സാഹചര്യത്തിൽ അതുപോലെ പ്രതികരിക്കേണ്ടതുണ്ടോ, അതുകൊണ്ട് എന്ത് നേട്ടമാണ് കിട്ടാനുള്ളത്, ആ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ടോ, ദൈവം പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ സമയത്ത് ചിന്തയില്ല. അതിനുവേണ്ടി ചില ആളുകൾ മരിക്കാനും വരെ തയ്യാറായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മതത്തിൻ്റെ കെട്ടുപാടിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ ചിന്തിപ്പിക്കാനും ശരിയായ വിധത്തിൽ തീരുമാനമെടുക്കാനും സഹായിക്കുന്നത്. അതുകൊണ്ട് മതത്തിൻ്റെ അടിമയായിരിക്കുന്നിടത്തോളം കാലം സ്വതന്ത്ര ചിന്താഗതി ഉണ്ടായിരിക്കത്തില്ല. അവന് സമൂഹത്തിൽ മറ്റുള്ളവരെ മാനിക്കാൻ പറ്റത്തില്ല, മറ്റുള്ളവരായിട്ട് സ്നേഹബന്ധത്തിൽ കഴിയാൻ ഇതൊക്കെ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിനതീതമായൊരു കാഴ്ചപ്പാടാണ് വാസ്തവത്തിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ പ്രദാനം ചെയ്തു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ വലിയൊരു കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.